ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സ്, സ്റ്റാർ ലൈനർ, GST അപ്പലേറ്റ് ട്രിബ്യൂണൽ, സ്പീഷ്യസ് ന്യൂസ് ആയിട്ട് ഒറാങ്ങോട്ടാൻ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സിനെ കുറിച്ചാണ്. ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഇലക്ഷൻ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിനകത്ത് ചില കൺഫ്യൂഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെയൊക്കെ എല്ലാവരും പറയുമായിരുന്നു റൂളിംഗ് പാർട്ടിക്ക് തന്നെ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് അധികാരം വരും എന്ന് പറഞ്ഞിരുന്നൊരു സമയത്തുനിന്ന് ഇപ്പോൾ അതിനകത്ത് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള ചില അനാലിസിസൊക്കെ വരുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ ഭൂരിപക്ഷം എത്രത്തോളം ആയിരിക്കും എന്നുള്ള കാര്യത്തിനകത്തൊക്കെ ചില കൺഫ്യൂഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിനകത്ത് വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ വോളറ്റിലിറ്റി ഇൻഡെക്സ് ഇപ്പോൾ 52 ആഴ്ചയിൽ കഴിഞ്ഞ 52 വീക്സിനകത്ത് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിൽ എത്തി നിൽക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ വോളറ്റിലിറ്റി ഇൻഡെക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇന്ത്യ VAX അല്ലെങ്കിൽ ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് NSE-ക്കകത്തുള്ള വോളറ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനകത്തുള്ള വോളറ്റിലിറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. അല്ലെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്തുള്ള മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വോളറ്റൈലിറ്റി ഇൻഡെക്സ് ആണ് ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് 2003 ആദ്യമായിട്ട് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ശരിക്കും ഈ പറയുന്ന വോളറ്റിലിറ്റി ഇൻഡെക്സിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 1993 തൊട്ട് ഇന്ത്യയിലുണ്ടെങ്കിലും ഇത് നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് 2003. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഈ മാർക്കറ്റിനകത്ത് വരുന്ന നിയർ ടേം ഫ്ലക്ച്വേഷൻസിനെ അല്ലെങ്കിൽ നിയർ ടേം വോളറ്റിലിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് വോളറ്റിലിറ്റി ഇൻഡെക്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഈ ഇലക്ഷൻ റിസൾട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺഫ്യൂഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിനകത്ത് വോളറ്റിലിറ്റി ഉണ്ടാകും. അപ്പോൾ ഈ വോളറ്റിലിറ്റി ഇൻഡെക്സ് കൂടും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ ഇൻഡെക്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പെർസെപ്ഷൻ ഓഫ് ദി മാർക്കറ്റ് ഓവർ ദി നെക്സ്റ്റ് നിയർ ടേം ആണ്. അതായത് അടുത്തൊരു 30 ദിവസത്തിൽ മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിനകത്തുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പെർസെപ്ഷനും കൂടിയാണ് ഈ ഇൻഡെക്സിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ പറയുന്ന ഈ ഇന്ത്യ വോളറ്റിലിറ്റി ഇൻഡെക്സിൻ്റെ റൈസ് ആൻഡ് ഫോൾ അല്ലെങ്കിൽ അത് ഉയരുന്നതും താഴുന്നതും ബേസിക്കലി ഈ പറയുന്ന മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസിനെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റിനെ ഡിറ്റർമിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണെന്ന് മനസ്സിലാക്കുക. അത് ഇൻവെസ്റ്റേഴ്സിന് അവർക്ക് നിയർ ടേമിനകത്ത് പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യം കൂടിയാണ് ഈ ഇൻഡെക്സ്. പിന്നെ ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലുള്ള 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ചും കൂടി ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും രണ്ടാമത്തത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ്. പിന്നെ രണ്ടാമത്തത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഡൽഹിയിലുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബി ആണെന്നും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സ്റ്റാർ ലൈനർ ആണ്. അപ്പോൾ ഈ സ്റ്റാർ ലൈനറുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാർ ലൈനർ എന്ന് പറയുന്നത് ബോയിങ്ങിൻ്റെ ഒരു പാർഷ്യലി റീയൂസബിൾ ആയിട്ടുള്ള ക്രൂ ക്യാപ്സ്യൂളാണ് അല്ലെങ്കിൽ ക്രൂ പ്ലസ് കാർഗോ ക്യാപ്സ്യൂളാണ്. അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ആളുകളെ കൊണ്ടുപോകാനും അവരെ തിരിച്ചു കൊണ്ടുവരാനും അവിടെ കാർഗോ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പാർഷ്യലി റീയൂസബിൾ ആയിട്ടുള്ള സ്പേസ് ക്യാപ്സ്യൂളാണ് ഈ പറയുന്ന ബോയിങ് എന്ന് പറയുന്ന അമേരിക്കൻ എയറോസ്പേസ് കമ്പനി അല്ലെങ്കിൽ അമേരിക്കയുടെ എയറോനോട്ടിക്കൽ കമ്പനി നിർമ്മിച്ചിട്ടുള്ള ഈ സ്റ്റാർ ലൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോഞ്ച് ഇപ്പോൾ റീസെൻ്റ്ലി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 ഇതിനെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഈ ബോയിങ്ങിൻ്റെ സ്റ്റാർ ലൈനർ എന്ന് മനസ്സിലാക്കിയത്, ഒഫീഷ്യലി ഇത് അറിയപ്പെടുന്നത് CST-100 എന്നുള്ള പേരിലാണ്. ഇതൊരു പാർഷ്യലി റീയൂസബിൾ ആയിട്ടുള്ള ക്രൂ ക്യാപ്സ്യൂളാണ്. ക്രൂ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്പേസിലേക്ക് ആളുകൾ എത്തിക്കാനും അതുപോലെ തന്നെ ഈ ക്രൂ ക്യാപ്സ്യൂൾ മാത്രമല്ല ഇത് ബേസിക്കലി കാർഗോസ് ഡെലിവർ ചെയ്യാനും വേണ്ടിയിട്ടും കൂടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പാർഷ്യലി റീയൂസബിൾ ആയിട്ടുള്ള ക്യാപ്സ്യൂളാണ് ഇതെന്ന് മനസ്സിലാക്കി. ഇതിൻ്റെ പർപ്പസ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ആസ്ട്രോനട്സിനെയും അതുപോലെ തന്നെ കാർഗോയും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ നേച്ചറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന നാസയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് നാസയ്ക്ക് വേണ്ടിയിട്ട് ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോയിങ് ഈ സ്റ്റാർ ലൈനർ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ സ്റ്റാർ ലൈനറിനകത്ത് 2 മെയിൻ മൊഡ്യൂൾസ് ആണുള്ളത്. ഒരു ക്രൂ മൊഡ്യൂൾ ഉണ്ട്, അതായത് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്, അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ക്രൂ മൊഡ്യൂളിനകത്ത് 7 ആസ്ട്രോനട്സിന് വരെ ഒരേ സമയം യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു സർവീസ് മൊഡ്യൂൾ ഉണ്ട്. സർവീസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി, പ്രൊപ്പൽഷൻ, ലൈഫ് സപ്പോർട്ട് പോലുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർവീസ് മൊഡ്യൂൾ ഉള്ളത്.
അപ്പോൾ ബേസിക്കലി ഈ പറയുന്ന സ്റ്റാർലൈനറിൻ്റെ ആദ്യത്തെ ക്രൂഡ് മിഷനാണ്, അല്ലെങ്കിൽ ISSലേക്കുള്ള ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള ആദ്യത്തെ ഒരു മിഷനാണ് ഇപ്പോൾ അവർ നടത്താൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നാസയെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ബോയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നാസയുടെ കേസിൽ ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാസ ഇടക്കാലത്ത് ആരംഭിച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം, അല്ലെങ്കിൽ CCP എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നാസയുടെ ആസ്ട്രോണട്സ് അതുപോലെ തന്നെ നാസയുടെ കാർഗോ, ഈ രണ്ട് സാധനങ്ങളും ഈ പറയുന്ന US നിന്ന്, അല്ലെങ്കിൽ ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഒരു കൊമേഴ്ഷ്യൽ നേച്ചറിൽ എത്തിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്രൈവറ്റ് കമ്പനീസ് ഉണ്ടാവും. ആ കമ്പനീസിന് വേണ്ടിയിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി അവർ ചെയ്യുന്നത് നാസയ്ക്ക് വേണ്ടിയിട്ടുള്ള ആസ്ട്രോണട്സിനെയും നാസയുടെ കാർഗോയും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനീസിനെ ഉപയോഗിച്ചുകൊണ്ട് എത്തിക്കും. അപ്പോൾ ഈ പറയുന്ന ഇതിന് വേണ്ടിയിട്ടുള്ള ക്രൂ ക്യാപ്സുകളും കാര്യങ്ങളൊക്കെ ഈ പ്രൈവറ്റ് കമ്പനീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിന് പകരം ഇതിനൊരു ഫീസ് ഈ പറയുന്ന പ്രൈവറ്റ് കമ്പനീസിന് നാസ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് 2 കോൺട്രാക്ടേഴ്സാണ് ഇപ്പം നാസക്കുള്ളത്. ഒന്ന് എലോൺ മസ്കിൻ്റെ SpaceX ആണ്, രണ്ടാമത്തത് ബോയിങ് ആണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം നിലവിൽ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാം കീഴിൽ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നിലവിൽ SpaceX മാത്രമാണ്. SpaceXൻ്റെ ഒരു ഡ്രാഗൺ 2 എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റ് ഉണ്ട്. ഇത് 2020 തൊട്ട് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ സർവീസ് നാസക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റാർലൈനർ ഓപ്പറേഷണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡ്രാഗൺ 2 കൂടാതെ ഈ സ്റ്റാർലൈനറും കൂടി സെയിം സർവീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഈ സ്റ്റാർലൈനർ ഓപ്പറേഷണലൈസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നാസ ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് SpaceXനെ മാത്രമാണ്. അപ്പോൾ ഈ SpaceXനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റും, അവർക്കൊരു ഓൾട്ടർനേറ്റീവ് കൂടി കിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് GST അപ്പലറ്റ് ട്രിബ്യൂണലിനെ കുറിച്ചാണ്. സോ ഈ GST അപ്പലറ്റ് ട്രിബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഈ GST അപ്പലറ്റ് ട്രിബ്യൂണലിൻ്റെ ചെയർമാൻ അപ്പോയിൻറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഹെഡിനെ അപ്പോയിൻറ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ആർട്ടിക്കിൾ ഇന്നത്തെ PIB കാത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ GST അപ്പലറ്റ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ GSTയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്പലറ്റ് അതോറിറ്റിയാണ്, അല്ലെങ്കിൽ അപ്പലറ്റ് ട്രിബ്യൂണലാണെന്ന് മനസ്സിലാക്കുക. 2017 സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട്, അല്ലെങ്കിൽ CGST ആക്ടിനകത്താണ് ഈ GST അപ്പലറ്റ് ട്രിബ്യൂണലിനെ കുറിച്ചിട്ടുള്ള പ്രൊവിഷൻസ് പറയുന്നത്. പക്ഷെ അതിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവരുടെ പേർപ്പസ് അല്ലെങ്കിൽ ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഈ സെൻട്രൽ GST ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ GST അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസിൻ്റെ GST ആക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തർക്കങ്ങളിൽ ഓൾറെഡി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൺസേൺഡ് അതോറിറ്റീസ് വിധി പറഞ്ഞിട്ടുള്ള തർക്കങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ അപ്പീൽ കേൾക്കുക എന്നുള്ളതാണ് ഈ GST അപ്പലറ്റ് ട്രിബ്യൂണലിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ GST അപ്പലറ്റ് ട്രിബ്യൂണലിന് ഡൽഹിയിൽ ഒരു പ്രിൻസിപ്പൽ ബെഞ്ച് ഉണ്ടാവും. അത് കൂടാതെ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളിൽ ഡിഫറെൻറ്റ് ബെഞ്ചുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് എത്ര ബെഞ്ചുകൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്പോഴും ഒരു ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല. ഇടക്കാലത്ത് GST കൗൺസിലാണ് ഈ ബെഞ്ചുകളുടെ എണ്ണമൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ GST കൗൺസിൽ മീറ്റിങ്ങിനകത്ത് ചില സംസ്ഥാനങ്ങൾ ഏകദേശം ഇന്ത്യയിൽ ഒട്ടാകെ 50-ൽ കൂടുതൽ ബെഞ്ചുകൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ GST കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള, ഫോർ ദി ടൈം ബീങ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ബെഞ്ചുകളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഡൽഹിയിൽ ഒരു പ്രിൻസിപ്പൽ ബെഞ്ചും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറീസിലുമായിട്ട് 31 സ്റ്റേറ്റ് ബെഞ്ചസുമാണ്. അപ്പോൾ ഈ ബെഞ്ചസൊക്കെ ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പൽ ബെഞ്ചിലേക്കുള്ള ആൾക്കാരെ പോലും ഇപ്പോൾ അപ്പോയിൻറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന പ്രിൻസിപ്പൽ ബെഞ്ച് എന്ന് പറയുന്നത് ഡൽഹിയിലുള്ള പ്രിൻസിപ്പൽ ബെഞ്ചും അതുപോലെ തന്നെ സ്റ്റേറ്റുകളിലുള്ള മറ്റുള്ള ബെഞ്ചുകൾ അല്ലെങ്കിൽ ബോർഡുകളും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. 2 ടെക്നിക്കൽ മെമ്പേഴ്സും 2 ജുഡീഷ്യൽ മെമ്പേഴ്സുമാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ 4 മെമ്പേഴ്സും എല്ലാ കേസുകളും കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണമെന്നില്ല. അത് ഈ പറയുന്ന കേസിൻ്റെ ത്രഷ് വാല്യൂ അനുസരിച്ചാണ് ഈ ബെഞ്ചിൻ്റെ കോമ്പോസിഷനൊക്കെ ഫിക്സ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പീഷീസ് ന്യൂസ് ആണ്. അത് ഒറാങ് ഒട്ടാങ് ആണ്. സോ ഒറാങ് ഒട്ടാങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാരണം, ഇപ്പോൾ ഇൻ്റർനാഷണൽ മീഡിയാസിലൊക്കെ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു ഇൻസിഡൻ്റ് ആണ്. ഒരു ഒറാങ് ഒട്ടാങ് അതിൻ്റെ മുഖത്തുള്ളൊരു മുറിവ് മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിൽ പറ്റിയിട്ടുള്ളൊരു മുറിവ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതോ പച്ചില ഈ പറയുന്ന മെഡിസിനൽ പ്ലാന്റ് യൂസ് ചെയ്ത് അത് സ്വയം ചികിത്സിച്ചതായിട്ടുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒറാങ് ഒട്ടാങ് എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ ഒരു കാലഘട്ടത്തിൽ ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും അതുപോലെ തന്നെ സദേൺ ചൈനയിലൊക്കെ വലിയ രീതിയിൽ കണ്ടുവന്നിരുന്ന ഒരു സ്പീഷീസ് ആയിരുന്നെങ്കിലും ഇപ്പം നിലവിൽ ഇന്തോനേഷ്യയിലെയും അതുപോലെ തന്നെ മലേഷ്യയിലുള്ള എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റുകൾ അല്ലെങ്കിൽ റെയിൻ ഫോറസ്റ്റുകളിലാണ് ഇപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ ഈ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഉടനീളം ഇതിനെ കാണാൻ പറ്റില്ല.
പ്രധാനമായിട്ടും ഈ ഇന്തോനേഷ്യയുടെയും മലേഷ്യയുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള ബോർണിയോ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. ഇതിനകത്ത് ഇന്തോനേഷ്യയുടെയും ഈ ബോർണിയോ ഐലൻഡിൻ്റെ ചില പാർട്ടുകൾ ഇന്തോനേഷ്യയുടെയാണ്, ചില പാർട്ടുകൾ മലേഷ്യയുടെയാണ്. അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ ഐലൻഡ് ആയിട്ടുള്ള സുമാത്രയിലുമാണ് ഇത് പ്രധാനമായിട്ടും കാണുന്നത്. പക്ഷേ പണ്ട് കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും അതുപോലെ തന്നെ സൗത്ത് ചൈനയിലും വലിയ രീതിയിൽ ഉണ്ടായിരുന്നൊരു സ്പീഷീസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒറാങ്ങോട്ടാങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആർബോറിയൽ ആയിട്ടുള്ള മാമലാണ് ഒറാങ്ങോട്ടാങ്ങൻ എന്നാണ് പറയുന്നത്. അതായത് മെജോറിറ്റി ടൈമും മരത്തിൻ്റെ മുകളിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ജീവിവർഗ്ഗമാണ് ഈ ആർബോറിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റവും വലിയ ആർബോറിയൽ മാമലാണ് ഒറാങ്ങോട്ടാങ്ങൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള പ്രൈമേറ്റ്സിനെ പോലെ തന്നെ വളരെ സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൂൾസും അതുപോലെ തന്നെ ചില കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്, അതായത് ഇവരുടെ സ്ലീപ്പിംഗ് നെസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു സ്പീഷീസാണ് ഒറാങ്ങോട്ടാങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒറാങ്ങോട്ടാങ്ങിനകത്ത് ബേസിക്കലി ഇതൊരു സിംഗിൾ സ്പീഷീസ് അല്ല, അതിനകത്തൊരു 3 സ്പീഷീസുകളുണ്ട്. ഒന്ന് ബോർണിയൻ ഒറാങ്ങോട്ടാങ് ആണ്, 2 സുമാത്രൻ ഒറാങ്ങോട്ടാങ് ആണ്, മൂന്നാമത്തത് ഒരു ടാപ്പാനുളി ഒറാങ്ങോട്ടാങ് ആണ്. അപ്പോൾ ഇങ്ങനെ 3 സ്പീഷീസുകൾ ഇതിനകത്ത്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 3 സ്പീഷീസുകൾ ഇതിനകത്തുണ്ടെന്ന് ഓർത്തിരിക്കുക. ഈ പറയുന്ന 3 സ്പീഷീസുകളും ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് ആയിട്ടാണ് IUCN കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒറാങ്ങോട്ടാങ്ങളുടെ കേസിലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്രേറ്റ് ഏപ്പുകളുടെ, ഇപ്പോൾ ഈ ചിമ്പാൻസി, ഗൊറില്ല എന്നൊക്കെ പറയുന്ന വലിയ ഏപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും സോളിറ്ററി ലൈഫ് ഫോളോ ചെയ്യുന്ന ഒരു ഗ്രേറ്റ് ഏപ്പാണ് ഒറാങ്ങോട്ടാങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കിടയിലുള്ള സോഷ്യൽ ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് കാണപ്പെടുന്ന സോഷ്യൽ ബോണ്ടിങ് എന്ന് പറയുന്നത് ഈ ഇവരുടെ അമ്മമാർക്കും കുട്ടികൾക്കും ഇടയിലാണെന്നാണ് പറയാറുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.